ജീവിതമെന്ന് പറയുന്നത് പറഞ്ഞു തീർക്കാനുള്ളതാണ്, കൊടുത്തു തീർക്കാനുള്ളതാണ്, സ്നേഹിച്ചു തീർക്കാനുള്ളതാണ്. മാതാവിനെ മനസ്സിലാക്കണം. ഗൾഫിൽ നിന്ന് കുറച്ച് കാശ് അയച്ചു കൊടുത്തുകൊണ്ട് മാത്രം മക്കളോടുള്ള കടമ തീരൂല്ല. വളരെ സൂക്ഷിക്കണം. സുഖജീവിതം തേടി നടക്കുന്ന പുതിയ തലമുറയുണ്ടല്ലോ, ആ തലമുറയെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ സാധിക്കണം. ജീവിതം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. സ്കൂൾ കുട്ടികളെ കടവ് കടത്തിയിട്ട് എന്നും കൊണ്ടുപോകുന്ന ഒരു തോണിക്കാരുണ്ടായിരുന്നു. ഒരു ദിവസം തോണിക്കാരനോട് കുട്ടികൾ ഓരോ ചോദ്യം ചോദിച്ചു കളിയാക്കി. വിദ്യാഭ്യാസമുള്ളവര് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കളിയാക്കുന്നൊരു സോക്കട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതങ്ങനല്ല. ഇപ്പോഴും ചില ആളുകളെ കാണാറുണ്ട്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ നാടന്മാരായ സുഹൃത്തുക്കൾ ആരെങ്കിലും അയൽവാസികൾ നാലഞ്ചാളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇപ്പോഴും ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവനെപ്പോലെ വിഡ്ഢി ലോകത്തുണ്ടോ? എൻ്റെ നാടന്മാരായ നാലാൾക്കാരപ്പം ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് തന്നെ ഇംഗ്ലീഷ് പറയണമെന്ന് നിർബന്ധമുള്ള ഒരു മലയാളി. അതാണ് ഇപ്പോഴത്തെ മലയാളിയുടെ ഒരു സ്ഥിതി. അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറയാനല്ല, ദുരഭിമാനം കാട്ടാനാണ്. ഈ പാവങ്ങളുടെ മുമ്പിൽ തനിക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് സ്ഥാപിക്കാനാണ്. ഞാൻ അത്ര ആളുകളോട് പറയാറുണ്ട്, ഇംഗ്ലണ്ടിലെ തെരുവ് തണ്ടിയും ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ് എന്ന്. അവിടെ 5 പൈസ തരുമെന്ന് ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദിക്കാറ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. പരിശുദ്ധ റസൂൽ അരുളിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാൾ നിൽക്കുമ്പോൾ ഒറ്റാളെ വിളിച്ചിട്ട് സ്വകാര്യം പറയരുതെന്നാണ്. അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. സൈക്കോളജി പഠിച്ചാലേ റസൂലിനെ മനസ്സിലാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൈക്കോളജി കൈകാര്യം ചെയ്യാത്തതാണ് ഇന്നത്തെ ആത്മഹത്യ വർദ്ധിപ്പിക്കുന്നതിന് കാരണം. രണ്ടാൾ നിൽക്കുന്നിടത്ത് ഇവിടെ വന്നിട്ട് ഒരാളെ മാത്രം വിളിച്ചിട്ട് സീക്രട്ട് പറഞ്ഞാൽ മറ്റാൾക്ക് ഫീൽ ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പുണ്യ റസൂലിന് സാധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തന്നെ വന്നിട്ട് ഇംഗ്ലീഷ് പറയണ്ടല്ലോ. മലയാളത്തിൽ മലയാളമല്ല, ചില അനൗൺസർമാരെ കണ്ടിട്ടുണ്ടല്ലോ ചില പരിപാടികളിലൊക്കെ മലയാളത്തിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഇല്ലാത്തവർ പോലും ഇടക്കിടക്ക് ഇംഗ്ലീഷേ പറഞ്ഞുകൂടുമെന്ന് വാശിയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തോണിക്കാരനോടൊരു കുട്ടി ചോദിച്ചത്രേ, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ തോണിക്കാരാ? തോണിക്കാരൻ പറഞ്ഞു, ഏയ് മോനെ കെമിസ്ട്രി അറിഞ്ഞൂടാ, അതെന്താ? അത് രസതന്ത്രമാണ്. തോണിക്കാരൻ പറഞ്ഞു, മോനെ ഒരു തന്ത്രം അറിയില്ല, തോണി തുഴയിൽ മാത്രമേ അറിയുള്ളൂ. ഓ, അപ്പൊ കുട്ടി പറഞ്ഞു, എന്നാ 10% പോയല്ലോ തോണിക്കാരാ ജീവിതം. വേറൊരുത്തൻ ചോദിച്ചു, സസ്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? തെങ്ങിന്റെ ഓലയ്ക്ക് എങ്ങനെയാണ് ക്ലോറോഫിൽ എന്ന ഹരിതകം ഉണ്ടാകുന്നതെന്ന് പഠിച്ചിട്ടുണ്ടോ? തോണിക്കാരൻ പറഞ്ഞു, മോനെ തെങ്ങും ഓലയും ഒക്കെ കണ്ടിട്ടുണ്ട്, ഹരിതകം ഗിരിതകം ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഓ, ജീവിതത്തിലെ ബാക്കി 10% പോയല്ലോ. വേറൊരുത്തൻ ചോദിച്ചു, ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓരോരോ ചോദ്യം ചോദിച്ചു. ഓരോരുത്തർ 10% തോണിക്കാരന്റെ ജീവിതത്തിൽ അങ്ങനെ കുറച്ചു. പാവം തോണിക്കാരൻ തോണിയുടെ ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടി. പെട്ടെന്നാണ് കാർമേഘം കറുത്തത്, കാറ്റ് തണുത്തത്, പുഴക്ക് കലിയിളകിയത്. ഘോരമായി കാറ്റ് വീശിയപ്പോ കലിയിളകിയ പുഴയുടെ ഓളങ്ങളിൽപ്പെട്ട് തോണി ഉലഞ്ഞാടിയത്. കുട്ടികൾക്ക് ഇങ്ങനെ പേടി വരാൻ തുടങ്ങി തോണി ഉലഞ്ഞാടിയപ്പോ. അപ്പൊ ഒരു തപസ്സിൽ നുണർന്ന യോഗിയെപ്പോലെ പാവം തോണിക്കാരൻ ചോദിച്ചു, മക്കളെ നീന്തൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എല്ലാരും കൂടി കോറസ് പോലെ, കൂട്ടസംഘഗാനം പോലെ, ഏയ് നിങ്ങളുടെ കാലത്ത് കുളവും ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഫ്ലാറ്റിൽ എവിടുന്ന് പഠിക്കാൻ? എന്നാ ജീവിതം 100% പോയി എന്നാണ് തോന്നുന്നതെന്ന്. ഇതാണിന്ന് വിദ്യാഭ്യാസം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതല്ല, എല്ലാം പഠിക്കുന്നുണ്ട്, ജീവിതം പഠിക്കില്ല. ജീവിതം മാത്രം പഠിക്കൂല. എനിക്ക് കണക്ക് മാഷ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ വലതുഭാഗത്തിരുന്ന സൈനുദ്ദീനും ഇടതുഭാഗത്തിരുന്ന മുഹമ്മദ് കുട്ടിയും നന്നായിട്ട് കണക്ക് ചെയ്യുമായിരുന്നു. അവരിവിടെ ഇവിടെ ഉണ്ട്, ഗൾഫിലാ. കണക്കൊണ്ടൊന്നല്ല അവർ രക്ഷപ്പെട്ടത്, ഗൾഫ് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പല കണക്കന്മാരും ഗൾഫ് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പക്ഷെ നന്നായിട്ട് കണക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിയിരുന്നു. നിനക്ക് ബുദ്ധിയില്ലല്ലോ, ഇവരൊക്കെ എത്ര എളുപ്പത്തിൽ മാത്തമാറ്റിക്സിലെ ഇക്വേഷൻസ് ചെയ്യണേ, പ്രോബ്ലം സോൾവ് ചെയ്യണം, പെട്ടെന്നാണ് കണക്ക് ചെയ്യുക. എനിക്കോ ഈ കണക്ക് മാഷം കണ്ട് വരുമ്പോക്കാണ് കാല് പടപടക്കാൻ തുടങ്ങും പേടിച്ചിട്ട്. സത്യം പറയണം. അങ്ങനെ എന്നെ പോലെ പേടിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ ഈ പ്രസംഗം സമർപ്പിക്കുന്നു. കണക്ക് എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെ ഉണ്ട് കുറെ ആളുകൾ ഈ ലോകത്ത്. അതാണ് സ്ഥിതി. പക്ഷേ
അന്ന് പഠിച്ചതൊക്കെ, അന്ന് വളരെ പാടുപെട്ടിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ച ചിലതൊക്കെ ഓർമ്മയുണ്ട്. A+B all square is equal to A square plus B square plus 2AB അന്ന് പഠിച്ചതാണ്. ഇപ്പോഴും മറന്നിട്ടില്ല, പേക്കിനാവ് പോലെ ഇപ്പോഴും ഓർത്ത് നടക്കുന്നുണ്ട്. A square plus B square plus 2AB. A+B all square എന്ന് പറഞ്ഞ സാധനം A+B ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റുകളിലാണ്, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു 2 ഇട്ടാൽ ആൾ സ്ക്വയർ ആയി. ഇതെങ്ങനെ 2AB ആകണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. A+B ആൾ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എങ്ങനെ 2AB ആകുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ആകെയുള്ളൊരു വിശേഷം, ആ പഠിച്ച സാധനം കൊണ്ട് ജീവിതത്തിൽ ഇന്നോളൊരു ഉപകാരം ഉണ്ടായിട്ടില്ല, നാളൊരു ഉപകാരം ഉണ്ടാവുന്നൊരു പ്രതീക്ഷയില്ല. ഇതാണ് വിദ്യാഭ്യാസം. ജീവിതം പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസം നാശമാണ്. ഇതെല്ലാവരും ഉറക്കെ പറയാൻ സമയമായിരിക്കണം. ഇത് ഉറക്കെ പറയണം. അത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ വിളംബരം ചെയ്തു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതം പഠിക്കണം, ജീവിതം പഠിക്കണം. ജീവിതം പഠിച്ചതിന്റെ ഉദാഹരണം ആലോചിച്ചു നോക്കൂ.